നമസ്കാരം. കണ്ണൂർ ജയിലിൽ TP വധക്കേസിലെ പ്രതികളായി ജയിലിൽ കിടക്കുന്ന കൊടിസുനിയും അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റ് സഹതടവുകാരും തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് പോയ ദിവസം കോടതിക്ക് പുറത്ത് മദ്യപാനം പരസ്യമായി നടത്തിയ വാർത്ത വന്ന ആ ദിവസം തന്നെ മറ്റൊരു വാർത്ത കൂടെ പുറത്തു വന്നിരുന്നു. TP വധക്കേസിലെ ഒന്നാം പ്രതി TK രജീഷിന് പരോൾ ലഭിച്ചിരിക്കുന്നു എന്ന്. TK രജീഷിന്റെ അടുത്ത ബന്ധുക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് രജീഷിന് ഇത്തരത്തിൽ പരോൾ കൊടുത്തത് എന്നാണ് ഭാഷ്യം. അതവിടെ ഒന്ന് നിന്നോട്ടെ. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ള ഒരു വസ്തുത എന്തായിരുന്നു വെച്ചാൽ ബന്ധുക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പരാമർശം വന്നിട്ടുണ്ട്. പിറന്നാളിന്, ചോറൂണിന് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന തടവുകാർക്ക് പരോൾ അനുവദിക്കാൻ ആകില്ല എന്ന കോടതിയുടെ സസൂക്ഷ്മമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. അതായത് ബിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയുടെ 42-കാരിയായ ഭാര്യയ്ക്ക് കൃത്രിമ ഗർഭധാരണം ഉണ്ടായിരിക്കുന്ന 2ാം മാസം ഭർത്താവിന്റെ സാമീപ്യം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് കൊലക്കേസിലെ പ്രതിയായ ഭർത്താവിന് ഭാര്യയ്ക്കൊപ്പം പോകണം. അതിനാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരോൾ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കോടതി മുന്നാകെ എത്തുമ്പോൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അതിനെ എതിർത്തിരിക്കുന്നു. അതായത് കൊലപാതക കേസിലെ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നവർക്ക് അങ്ങനെ ഇത്തരത്തിൽ പരോൾ നൽകാൻ കഴിയില്ല എന്നാണ് ജഡ്ജിയുടെ പരാമർശം വന്നിരിക്കുന്നത്. ഒരു സാധാരണ പൗരനെ പോലെ അല്ല കൊലക്കേസിലെ പ്രതി എന്നും ആ ഉത്തരവിൽ കോടതി പരാമർശത്തിൽ പറയുന്നു. കൊലക്കേസിലെ പ്രതിക്ക് ഇങ്ങനെ സാധാരണ പൗരന് നൽകുന്ന ഒരു ഇത്തരത്തിലുള്ള അവകാശങ്ങളും നൽകേണ്ട കാര്യം ഇല്ല എന്നാണ് കോടതി പരാമർശത്തിലൂടെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാം ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ പിന്നെയും പോകുന്നു. TK രജീഷിന് പരോൾ അനുവദിച്ചത്, കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവർക്ക് പരോൾ നൽകാൻ കഴിയില്ല എന്ന പരാമർശം നിൽക്കുമ്പോൾ തന്നെയാണ് TP വധക്കേസിലെ പ്രതിയായ രജീഷിന് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. അതായത് ഈ രജീഷ് എന്ന കൊടും കുറ്റവാളി മുഴുപ്പലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതി കൂടിയാണ്. ഒരു കൊലക്കേസിലെ പ്രതി മിനിമം 2.5 വർഷമെങ്കിലും ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞാലേ അയാൾക്ക് പരോൾ അനുവദിക്കാവൂ. ഇവിടെ 2.5 വർഷം തലശ്ശേരി കോടതി ഇത്തരത്തിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രജീഷിന് ഈ സൂരജ് വധക്കേസിൽ 2.5 വർഷം പോലും ജയിൽവാസം കഴിഞ്ഞിട്ടില്ല. അപ്പോ TP വധക്കേസിലെ മറ്റു പ്രതികൾ പൊതുസ്ഥലത്ത് ഇത്തരത്തിൽ മദ്യപിച്ചു എന്ന വാർത്ത വന്ന അതേ ദിവസം തന്നെയാണ് ഇങ്ങനെ പരോൾ രജീഷിന് ലഭിക്കുന്നു എന്ന വാർത്ത വരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് P ജയരാജനോട് ചോദിക്കുമ്പോൾ പരോൾ അനുവദിച്ചല്ലോ രജീഷിന് എന്ന് ചോദിക്കുമ്പോൾ മറ്റു പ്രതികൾ ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന് എന്തിനെ ഇങ്ങനെ ക്രൂശിക്കണം എന്നൊക്കെയാണ് P ജയരാജന്റെ മറുപടി വന്നിരിക്കുന്നത്. ജയിൽവാസം 2.5 വർഷമെങ്കിലും, ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട പ്രതി ജയിൽവാസം 2.5 വർഷമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ ഇത്തരത്തിൽ പരോളിന് അർഹതയുള്ളൂ എന്ന കോടതി പരാമർശം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ രജീഷിന് പരോൾ അനുവദിച്ചിരിക്കുന്നത്. TP വധക്കേസിലെ 1ാം പ്രതിയാണ്. നമുക്കിവിടെ പറയാനുള്ളത്, കോടതി പരാമർശവും കോടതിയുടെ ജഡ്ജിയുടെ പരാമർശവും മറ്റും ഇങ്ങനെ വരുന്ന അവസരത്തിൽ തന്നെ ഈ കൊടും കുറ്റവാളികൾക്ക് ഇത്തരത്തിൽ പരോൾ അനുവദിക്കുന്നത് അത് ഒരു കൊലപാതക കുറ്റം മാത്രമല്ല, 1ഉം 2ഉം കൊലപാതക കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ പരോൾ അനുവദിക്കുന്നതിലൂടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് എന്ത് നീതിയാണ് കാണിക്കപ്പെടുന്നത് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ വളരെ പ്രമാദമായ ഒരു കൊലക്കേസിലെ പ്രതികളെ പരോൾ അനുവദിക്കുന്നതിലൂടെ ഈ രജീഷിന് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിൽ ഒന്നും തന്നെ പോകാൻ പാടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ രജീഷിന്റെ ഈ കൊടും കുറ്റവാളിയുടെ അടുത്ത ബന്ധുക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് ചൂണ്ടിക്കാണിച്ച് രജീഷ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടിസുനി ഏതാനും നാൾ മുമ്പ് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ കൊടിസുനിയുടെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയെ പരിചരിക്കാൻ പോണം എന്നാണ് കൊടിസുനിയുടെ പരോളിലെ ആവശ്യമുണ്ടായിരുന്നത്. ഏതായാലും TP വധക്കേസിലെ പ്രതികൾക്ക് മറ്റൊരു പ്രതികൾക്കും ഇല്ലാത്ത എല്ലാവിധ സൗകര്യങ്ങളും ജയിലിനകത്തും പുറത്തും ഇപ്പോൾ പരോളിൽ പോലും ഹൈക്കോടതിയുടെ പരാമർശങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് നൽകുമ്പോൾ സാധാരണക്കാരന് അർഹമായ നീതി നിഷേധിക്കപ്പെടുന്നതും പല കാര്യങ്ങളിലും നാം ഇവിടെ കാണുന്നുണ്ട്. അപ്പോ ഒന്ന് മാത്രമേ ഉള്ളൂ, കോടതി പരാമർശം പറയുന്നത്
പിറന്നാളിന്, ചോറൂണിന്, ബന്ധുക്കൾക്ക് സുഖമില്ല എന്നൊക്കെയുള്ള അനാവശ്യ കാര്യങ്ങൾ കാണിച്ച് പരോൾ അനുവദിക്കുന്നത് അനുവദനീയമല്ല എന്ന പരാമർശം നിൽക്കുമ്പോൾ നിയമവ്യവസ്ഥയെയും മറ്റും ഒരു തരത്തിൽ നോക്കുകുത്തിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രജീഷിനും കിർമാണി മനോജിനും കൊടിസുനിക്കും മറ്റൊരു നീതി, മറ്റു പലർക്ക് വേറൊരു നീതി ആണ് ഇവിടെ നാം കാണുന്നത്. കൊടും കുറ്റവാളികൾക്ക് ഇത്തരത്തിലൊരു നീതിയും മറ്റുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ വേറൊരു നീതിയുമാണ് നാം ഇവിടെ കാണുന്നത്. ഏതായാലും രജീഷിന് ഈ പറയുന്ന പരാമർശങ്ങളൊക്കെ നടക്കുമ്പോൾ, ഈ കോലാഹലം നടക്കുമ്പോഴേക്കും രജീഷ് പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും പരോളിൽ ഇറങ്ങുന്ന രജീഷ്? രജീഷിനെ കോഴിക്കോടും കണ്ണൂരും ഒന്നും പോകരുത് എന്നുള്ള നിർദ്ദേശവും ജയിൽ വകുപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം ഇനി എന്തൊക്കെയാണ് പരോളിൽ ഇറങ്ങുന്ന രജീഷ് അടുത്ത കാട്ടിക്കൂട്ടുന്നത് എന്ന്.